ഹായ് നമസ്കാരം. ഇന്ന് കുറച്ച് എരിവ് വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എരിവ് ഇല്ലാത്ത കറികൾ ഉപയോഗിക്കാൻ വളരെ കുറവാണ്. എരിവിൽ നമ്മൾ പഴയ കാലത്ത് പഴമക്കാർ പറയാറുണ്ട്, എന്താ പറയുക, ചൊടി എന്ന് പറയും, ചൊടി വേണം ഒരുക്കുന്നത്. അതേപോലെ തന്നെ അതേപോലെ അതാണ് ഉദ്ദേശിക്കുന്നത്. എരിവ് ആണ് ഇന്നത്തെ വിഷയം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ജൽപ്പനോ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ജൽപ്പനോ എന്നാണ് ഇതിൻ്റെ പേര്. ആ ഇനത്തിൽപ്പെട്ട ഒരു മുളകാണ്. ഇതിൻ്റെ പ്രത്യേകത തന്നെ നിങ്ങൾക്കറിയാം, കണ്ടാൽ തന്നെ അതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് ഒരു റെഡ് കളറുള്ള മുളക് മൊത്തം ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ കളറ് റെഡ് കളറാണ്. അതിൻ്റെ ഭംഗി അതുകൂടാതെ തന്നെ അതിൻ്റെ എരിവ് നമ്മുടെ കാന്താരി മുളകിൻ്റെ അത്രയ്ക്ക് എത്തില്ലെങ്കിലും ഒരുവിധം നല്ല എരിവാണ് ഇതിനുള്ളത്. പിന്നെ കൂടാതെ ഒരു ചെടിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 10-50 മുളകിലും കൂടുതൽ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഇനത്തിൽപ്പെട്ട വേറെ ഒരു മുളകാണ്, ഈ ജൽപ്പനോ തന്നെ പെട്ട തന്നെ ഒരു മുളകാണ് ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. റൗണ്ട് ഷേപ്പാണ് ഇതിനുള്ളത്. റൗണ്ട് മോഡലാണ് ഇതിൻ്റെ മുളക്. ഇതിൻ്റെ കളറിൽ വ്യത്യാസം ഒരു ഡാർക്ക് റെഡാണ് ഇതിൻ്റെ ഈ കളർ. പക്ഷേ വേറെ ഇതേപോലെ തന്നെയാണ് ഇതിലും എരിവിൽ ഒരു ഒട്ടും പിന്നാക്കമല്ല ഈ മുളകും. കാരണം ഇതിൻ്റെ പ്രത്യേക നമ്മുടെ കാന്താരി മുളക് സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത്രയും നല്ല എരിവുണ്ടാകും. അതുപോലെ തന്നെ അത്രയ്ക്ക് ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അതിൻ്റെ അടുത്ത് വരും. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭംഗിയാണ്. പിന്നെ ഈ ജലപ്പനോൻ്റെ ഈ റൗണ്ട് ഷേപ്പായിട്ടുള്ള അതിൻ്റെ പൂക്കളാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പൂക്കളുടെ കളറ് ഒരു പർപ്പിൾ കളറുള്ള പൂക്കൾ ഒരുപാട് ഭംഗി തരുന്നു. അതുകൂടാതെ ഇതിൻ്റെ കളറിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഈ മുളകിൻ്റെയും ഈ ആദ്യം പറഞ്ഞ മറ്റേ മുളകിൻ്റെയും ഇലകൾ തമ്മിൽ ശരിക്കും നല്ലൊരു വ്യത്യാസമാണ് കാണുക. കാരണം ഇതിൻ്റെ ഡാർക്ക് ഗ്രീനാണ്. പക്ഷേ അതേ സ്ഥാനത്ത് മറ്റേ മുളകിൻ്റെ കളറ് ഇലകളുടെ കളറ് ഗ്രീൻ കളറ്. പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഗുണം എന്ന് പറയിച്ചാൽ, നമ്മൾ സാധാരണ മുളകുകളിലേക്ക് ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഈ ഇലകൾ ഇങ്ങനെ മുരടിച്ച് പോകുന്നത്. പൊതുവെ ഇതിന് ഈ ജൽപ്പനോൻ എന്ന ഇനത്തിൽപ്പെട്ടുള്ള ഈ ചെടിക്ക് ഇലമുരടിപ്പ് വളരെ കുറവാണ്, കണ്ടിട്ടില്ല. ഇത് 2 മാസമായിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ ഇതാണ് കൂടുതൽ ഇതിൻ്റെ ഒരുപാട് മുളകുകൾ ഇതിലുണ്ടാവുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. പിന്നെ എരിവിൽ വളരെ മുന്നിൽ നിൽക്കുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക. പിന്നെ കൃഷി രീതികൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ പച്ചമുളകിൻ്റെ പോലെ തന്നെയാണ്, സാധാരണ മുളകുകളുടെ പോലെ തന്നെ ആദ്യം നമ്മൾ അടിവളം ശരിക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടിവളം കൊടുക്കേണ്ടത് ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ട് നമ്മൾ ഈ അടിവളം കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു ട്രയൽ തലേ ദിവസം തന്നെ ഇതിൻ്റെ വിത്തുകൾ നമ്മൾ പാകുക. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം 8 മണിക്കൂർ ശേഷമാണ് നമ്മൾ വിത്തുകൾ സീഡ് ട്രയലോ വെച്ചിട്ട് നമ്മൾ ചകിരിച്ചോറിലിട്ട് പാകിയിട്ട് ഒരു 2 ആഴ്ച പ്രായമാകുമ്പോൾ ഇതിനെ മാറ്റി ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഈ ചട്ടികളിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചട്ടികളിൽ ഒരു 3/4 ചട്ടി മണ്ണ്, 1/4 ചട്ടി ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാട്ടോ, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 2 ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചിടുക. ആ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഈ തൈകൾ നമ്മൾ ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ എന്താ പറയുക മാറ്റി വെച്ചിട്ടും വളം വളരെ കുറവ് കൊടുക്കാറുള്ളത്, വെള്ളം മാത്രമാണ് കൂടുതൽ കൊടുക്കാറ്. പക്ഷേ ഇതിൽ ചെടികൾക്ക് വളർച്ചയ്ക്ക് നമ്മളെപ്പോഴും വളം അത്യാവശ്യമാണ്, അതുപോലെ പോഷകം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ചെടികൾ വളരാറില്ല, ഒന്നുകൂടെ ഉണ്ടാവുന്നില്ല എന്ന് പല പരാതികളും പറയാറുണ്ട്. പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് വെള്ളം മാത്രമാണ് കൊടുക്കാറ്, വളം കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളെ മക്കളെ നോക്കണ പോലെ തന്നെ കുട്ടികളിൽ അവർക്ക് പോഷകം കൊടുക്കണ പോലെ തന്നെ ചെടികൾക്കും ഒരുപാട് പോഷകം കൊടുക്കണം. ആ പോഷകം അതിന് വളം കൊടുക്കുമ്പോഴാണ് അത് വളരാനായിട്ടുള്ള കൂടുതൽ ഫലം നമുക്ക് തിരിച്ചു തരുന്നത്. അത് എന്നും ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടിവളം കൊടുത്തതിന് ശേഷവും നമ്മൾ ഈ ചെടികൾക്ക് എല്ലാ ആഴ്ചകളിലും നമ്മൾ ഒരു പിടി കുറച്ച് ചാണകപ്പൊടി ആട്ടുംകാട്ടോ എന്താണ് നിങ്ങൾക്ക് കിട്ടുക വെച്ചാൽ അത് കൊടുക്കുക. കാരണം കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കടഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് നമ്മളെപ്പോഴും നീക്കിയിടണം. ഈ ചെടിയുടെ കടയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ചാണകപ്പൊടി ആട്ടുംകാട്ടോ ഇങ്ങനെ കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ
ആണ് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഇളക്കി കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ വളത്തിൻ്റെ നമ്മൾ കൃഷി രീതികൾ ഇത്രയൊക്കെയാണ്. പിന്നെ താല്പര്യമുള്ള ഇവിടെ ഗൾഫിലെ ആൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും. തരികയാണ് എനിക്ക്. ഒരുപാട് ഉണ്ടാവും വീടുകളിൽ. ഇപ്പോൾ നമ്മുടെ ബാൽക്കണികളിലോ വീടുകളിലോ പുതിയ നാട്ടിലാണെങ്കിലും മുറ്റത്തൊക്കെ വെക്കാൻ പറ്റുന്ന ചെടി ചട്ടികളിൽ വെക്കാൻ നിറയെ ഉണ്ടാവും. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കളറും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇതിപ്പോൾ 2 മാസം ആവണേ ഉള്ളൂ. ഒരുപാട് പൂക്കൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ ഇലമുരടിപ്പ് ഇങ്ങനത്തെ ചെടികൾക്ക് ഈ ജലപ്പനോ എന്ന ഇനത്തിൽപ്പെട്ട ചെടികൾക്ക് വളരെ കുറവാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്തൊരു വിശേഷങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു വരാം. അതുവരേക്കും ബായ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അടുത്തൊരു എപ്പിസോഡായിട്ട് അടുത്തൊരു കൃഷിയുടെ രീതികളായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.